ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് റോഷൻ വീണ്ടും വർഷയെ ഉപദ്രവിക്കാൻ വേണ്ടി വരുവാണല്ലോ. ആ കാര്യത്തെക്കുറിച്ച് നമ്മുടെ ശ്രുതി വന്നിട്ട് അച്ഛന്റെ അമ്മയുടെ അടുത്ത് പറയുന്ന സമയത്ത് അവരാണെന്നുണ്ടെങ്കിൽ ഇത് സച്ചി മനഃപൂർവ്വം പ്ലാൻ ചെയ്തിട്ടുണ്ടാക്കിയ ഡ്രാമയാണെന്നൊക്കെ പറഞ്ഞ് ആ കുറ്റവും സച്ചിയുടെ മേലിടാൻ വേണ്ടി ശ്രമിക്കുകയാണ് കേട്ടോ. എന്നാ ഇതിന് അച്ഛനാ കാരണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് തിരുത്തി പറയാൻ വേണ്ടി പറ്റില്ല എന്നും ഞാനും ശ്രീകാന്തും തമ്മിൽ അകന്നു നിൽക്കുക എന്നുള്ള കാര്യം എങ്ങനെയാണ് അവൻ അറിഞ്ഞത്, സച്ചി ആദ്യമായിട്ടാണ് അവരെ ഇന്ന് കണ്ടതെന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയാണ്. എന്തായാലും ഞാന് അന്നേ വീട്ടിലേക്ക് പോവേണ്ടതായിരുന്നു, സച്ചിയുടെ കൂടെയല്ല ഞാൻ ശ്രീകാന്തിന്റെ കൂടെയാണ് ജീവിക്കാൻ വേണ്ടി പോകുന്നതെന്ന് പറഞ്ഞിട്ട് മധുസൂദന്റെയും മഹിമയുടെയും വാക്ക് ധിക്കരിച്ചും കൊണ്ട് ശ്രീകാന്തിന്റെ വീട്ടിലേക്ക് ഇറങ്ങി പുറപ്പെടുകയാണ് കേട്ടോ നമ്മുടെ വർഷ. അങ്ങനെ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്ത് ഉണ്ടാക്കിയ പദ്ധതികളെല്ലാം പൊളിച്ചടക്കിയിട്ടാണ് വർഷ വീട്ടിലേക്ക് പോകുന്നത്. ആ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഐക്കാർട്ടിലും അതുപോലെ പിൻ കമന്റ് ആയിട്ടും കൊടുത്തേക്കാം കേട്ടോ. ഓരോരോ എപ്പിസോഡിന്റെയും കണ്ടിന്യൂഷൻ ആയിട്ട് കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം മറക്കല്ലേ. അങ്ങനെ ബാക്കി വിശേഷങ്ങൾ നോക്കാം കേട്ടോ. സുധി പിച്ചെടുത്തോണ്ടിരിക്കുകയാണല്ലോ. പിച്ചെടുത്ത് അമ്മ അമ്മ എന്ന് വിളിച്ച് ഉള്ള സൗണ്ട് ഒക്കെ പോയി കേട്ടോ. സുധിയുടെ സൗണ്ട് കേൾക്കുന്ന സമയത്ത് അരികെ നിന്നിട്ട് പിച്ചെടുക്കുന്ന ആ ചേട്ടൻ ചോദിക്കുന്നുണ്ട് കേട്ടോ, നിന്റെ സൗണ്ട് എന്താടാ പാറക്കല്ലിൽ ഉരയ്ക്കുന്നത് പോലെ ആയേ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. തൊണ്ട ഇട്ട് കാറി ഇങ്ങനെ ആയി പോയതാണ്. നിങ്ങളൊക്കെ എങ്ങനെയാണ് ദിവസവും ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ള കാര്യം സുധി ചോദിക്കുകയാണ് കേട്ടോ. കഷ്ടപ്പെടാതെ പിച്ച പോലും എടുക്കാൻ വേണ്ടി പറ്റില്ല. വെയിലിരിക്കണം, ഒച്ചത്തിൽ വിളിച്ചു കൂവണം, മുഖം പാവത്തെ പോലെ ആവണം. ഇതിലും ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ട് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോ സുധി പറയുന്നുണ്ട്, ആണെങ്കിലും എന്റെ തൊണ്ട ഭയങ്കരമായിട്ട് വേദനിക്കുന്നുണ്ട്. ചുക്കും മുളകും ശർക്കരയും എല്ലാം കൂടി ഇട്ടിട്ട് ഒരു കാപ്പി ഇട്ട് കുടിച്ചാൽ മതി, എല്ലാം ശരിയായിക്കോളെന്നാണ് പറയുന്നത്. ശരി, ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങൾ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഇന്ന് ഒരു ദിവസം മാത്രമല്ലേ ഇവിടെ പിച്ചെടുക്കുന്നത്, കുറച്ചു നേരം നിർത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ഇരിക്കുമല്ലോ. ഒച്ചത്തിൽ വിളിക്കെന്ന് പറഞ്ഞ് നിർബന്ധിച്ചിട്ട് അവര് അമ്മാന്ന് വിളിപ്പിക്കുകയാണ് കേട്ടോ. അതേസമയം രേവതിയാണെന്നുണ്ടെങ്കിൽ പുറത്ത് സച്ചി വരുന്നതും കാത്തിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. സച്ചി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. വന്ന ഉടനെ തന്നെ സച്ചി ചോദിക്കുന്നുണ്ട്, നീ വേറെ ആരെയും കണ്ടിട്ട് തെറ്റിദ്ധരിച്ചാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. ഡെയിലി ഞാൻ ഒരാളെ മുഖം കാണുന്നതല്ലേ സച്ചിയേട്ടാ, പിന്നെ എങ്ങനെയാ തെറ്റിദ്ധരിക്കുന്നത്? ദേ അവിടെ ഇരിക്കുന്നുണ്ട്, വാ. കാണുമ്പോ ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട്. സച്ചിയേട്ടനൊന്ന് വന്ന് നോക്ക് എന്ന് പറയുമ്പോ, ഇല്ല രേവതി, അവനൊരു സാധാരണ ഹോട്ടലിൽ പോയിട്ട് പോലും ഭക്ഷണം കഴിക്കില്ല, അങ്ങനത്തെ അവനെങ്ങനെ ഇവിടെ ഇരിക്കുന്നത്? ഞാൻ പറയുന്നത് സച്ചിയേട്ടന് വിശ്വാസം ഇല്ല എന്നുണ്ടെങ്കിൽ വന്ന് നോക്ക്. ആ കുടുംബം സച്ചിയേട്ടൻ തന്നെ പോയി കാണുക എന്നുള്ള കാര്യം പറയാണ്. അങ്ങനെ സച്ചി ചെന്ന് നോക്കുമ്പോണ്ട് അവിടെ പ്രതിമയെ പോലെ ഇങ്ങനെ ഇരിക്കുന്നുട്ടോ. പിച്ചക്കാരന്റെ വേഷമൊക്കെ കെട്ടിയിട്ട് ഇവൻ എന്താ ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം സച്ചി ചോദിക്കുകയാണേ. സച്ചിയേട്ടൻ തന്നെ ഒന്ന് പോയി ചോദിക്കും, എടാ സുധി നീ എന്താണ് ഇവിടെ ചെയ്യുന്നതെന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പൊ സുധി ഒന്നും മിണ്ടുന്നില്ല. എടാ സുധി നിന്റെ അടുത്തല്ലേ ചോദിച്ചത്, നീ എന്തിനാ ഇവിടെ നിന്ന് വന്ന് പിച്ചെടുക്കുന്നത്? സച്ചി വന്നിട്ട് മുന്നിലാണല്ലോ നിൽക്കുന്നത്. എടാ മാറി നിക്കടാ, ആളുകളൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് സുധി മാറ്റാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എടാ നീ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്? നീ പഠിച്ചെടുത്തിരിക്കുന്ന ഡിഗ്രി തൂക്കി വിറ്റ് കഴിഞ്ഞാൽ തന്നെ നിനക്ക് ഒരു വർഷം ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കും. പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? നിന്നോടാണ് ചോദിക്കുന്നത്, എന്തിനാണ് ഇങ്ങനെ ഇരുന്ന് പിച്ചെടുക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കാനോട്ടോ സച്ചി വീണ്ടും. സച്ചിയുടെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാതെ വീണ്ടും ഇരുന്ന് പിച്ചെടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ സുധി. അങ്ങനെ സുധി ഒന്നും പറയുന്നില്ലല്ലോ. അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അച്ഛനും അമ്മയും കാര്യമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ ഒരുപാട് വിഷമിക്കും, എണീക്കാൻ വേണ്ടി പറയുന്ന രേവതി പറയാണ് കേട്ടോ. അപ്പോഴേക്കും കൂടെ പിച്ചെടുക്കുന്ന ആ ചേട്ടൻ ചോദിക്കുന്നുണ്ട്, ഇതാരാ നിങ്ങളുടെ ചേട്ടനാണോ എന്നുള്ള കാര്യം. അതേ ചേട്ടാ, ഇവൻക്ക് ഒരുപാട് ഡിഗ്രി ഒക്കെ പഠിച്ചിട്ടുണ്ട്, ഇവനൊക്കെ ഇവിടെ വന്നിട്ട് പിച്ചെടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? ചേട്ടൻ തന്നെ പറ. ഒരുപാട് പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ മോനെ കാര്യം? തലയിലേറ്റ് ശരിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് പിച്ചെടുക്കേണ്ടി വരും എന്നുള്ള കാര്യം അദ്ദേഹം പറയുമ്പോ, അയ്യോ ഒന്ന് പോ ചേട്ടാ അവിടുന്ന്. എന്റെ അമ്മയാണെന്നുണ്ടെങ്കിൽ ഇവന് പാല്, ബദാം, പിസ്ത, കുങ്കുമപ്പൂ ഇതെല്ലാം കൊടുത്തിട്ട് ഫ്രിഡ്ജിലിരിക്കുന്ന കാശ്മീർ ആപ്പിളിനെ പോലെ വളർത്തി വെച്ചതാണ് ഇവനെ. ഇപ്പോ ഇവനാണെന്നുണ്ടെങ്കിൽ ചായക്കടയിൽ നിൽക്കുന്ന ചായ ഗ്ലാസ് പോലെ ആയിട്ടുണ്ട്. ഇപ്പോ നിങ്ങൾ തന്നെ പറ, ന്യായമാണോ ഈ കാര്യങ്ങളൊക്കെ? എടാ സുധി, നീ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ആരെങ്കിലും കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തെ കുറിച്ച് എന്താ വിചാരിക്കുക? അച്ഛന്റെ പേരെന്താകും? ഇതിനു വേണ്ടിയിട്ടാണോ നിന്നെ കഷ്ടപ്പെടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് വിട്ടത്? എണീക്കട എന്ന് പറഞ്ഞ് പീഡിച്ച് എണീപ്പിക്കാനോ സച്ചി. എടാ 6 മണിയായാൽ മാത്രമേ ഞാൻ എണീക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് സുധി അവിടെ തന്നെ ഇരിക്കാനോ. അതെന്താടാ 6 മണി കണക്ക്? അപ്പൊ എന്താ ഇവിടെ മണി അടിക്കോ? എത്ര നേരമായിട്ട് നീ ഈ പണി ചെയ്യാൻ തുടങ്ങിയിട്ട്?
അപ്പോഴേക്കും കൂടെ ഇരുന്ന് പിച്ചെടുക്കുന്ന ആ ചേട്ടൻ പറയുന്നുണ്ട് കേട്ടോ, ഇയാളിവിടെ പെർമനന്റ് ആയിട്ടല്ല, എന്തോ ഒരു ഇന്റേൺഷിപ്പാണ്, പരിഹാരത്തിന് വേണ്ടി വന്നതെന്നുള്ള കാര്യം പറയുമ്പോൾ പരിഹാരോ? അതേടാ, ഞാൻ ആഗ്രഹിച്ചിട്ടൊന്നും ഇവിടെ വന്നിരിക്കുവല്ല. 6 മണി വരെ ഇവിടെ ഇരുന്നിട്ട് പിച്ചെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നടക്കുന്ന ഒരു സ്വാമി പറഞ്ഞു. ഇത് കേൾക്കുമ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, അതിനുവേണ്ടി സച്ചിയേട്ട ആരെങ്കിലും ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുവോ? എടാ, വിചാരിച്ചത് നടക്കണമെന്നുണ്ടെങ്കിൽ അതിന് അധ്വാനിക്കണം, അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കണം, അല്ലാതെ പിച്ചെടുത്ത് നടക്കുമെന്ന് ചോദിക്കുകയാണെ സച്ചി. ഇതൊക്കെ ഒരു പൊഴപ്പാണോടാ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും കൂടെയുള്ള എല്ലാവരും കൂടി ചോദിക്കുന്നുണ്ട്, എന്താടാ നീ ഞങ്ങളുടെ ജോലിയെ കുറിച്ചിട്ട് കുറച്ച് സംസാരിക്കുന്നത്? അയ്യോ ചേട്ടാ, നിങ്ങളെ കുറിച്ചിട്ടല്ലതാ, ഇവനെ കുറിച്ച് പറഞ്ഞതാണ്. എടാ, നിന്നെ അമ്മ ഇങ്ങനെ ഈ അവസ്ഥയിൽ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാല് മുക്കാലി കെട്ടിയിട്ടായി. പഠിച്ച പഠിപ്പിനനുസരിച്ചുള്ള ജോലി തേടാതെ നീ എന്താണ് ഇവിടെ വന്നിട്ട് പിച്ച എടുക്കുന്നത്? എടാ, നിന്നെ ഈ അവസ്ഥയിൽ കാണുമ്പോൾ എനിക്ക് തന്നെ മനസ്സിന് വല്ലാത്ത വേദന തോന്നുന്നു എന്നൊക്കെ സച്ചി പറയുമ്പോഴേക്കും നിനക്ക് ഏട്ടനോട് എന്തൊരു സ്നേഹ എന്നുള്ള കാര്യം പിച്ചക്കാരൻ ചോദിക്കുകയാണേ. ഇതുപോലൊരു അനിയൻ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾ ആരും പിച്ചയെടുക്കാൻ വരില്ലായിരുന്നു. ആര്? ഇവനാണോ സ്നേഹമുള്ള അനിയൻ? ഇവനൊക്കെ സംസാരിച്ചിട്ടാണ് എന്നെ ഈ പിച്ചക്കാരന്റെ വേഷത്തിലേക്ക് കൊണ്ടെത്തിച്ചത്. എടാ, അതൊക്കെ വേറെ കാര്യമാണ്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും നീ എന്റെ ചേട്ടൻ തന്നെയാണ്. നീ ഇങ്ങനെ പിച്ച എടുക്കുന്നത് എനിക്ക് കണ്ടുകൊണ്ട് നിൽക്കാൻ വേണ്ടി പറ്റില്ല. നീ പറയുന്നത് കേക്ക്. വാ. ഇല്ലടാ, ഞാൻ വരില്ല, എനിക്ക് കാനഡയിൽ പോണം, അതിന് കാശ് വേണം. സുധി, പിച്ച എടുത്തിട്ടൊന്നും 14 ലക്ഷം രൂപ ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല. നിനക്ക് ഇപ്പോഴും അധ്വാനിക്കുന്ന കാര്യത്തെ കുറിച്ചിട്ട് തോന്നുന്നില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട് കേട്ടോ, സച്ചേട്ടാ ഇപ്പൊ അതിനെ കുറിച്ച് സംസാരിച്ചിട്ട് എന്താ കാര്യം? അവരോട് വീട്ടിലേക്ക് വരാൻ വേണ്ടി പറ. 6 മണി ആയിട്ടില്ല, അതുകൊണ്ട് ഞാൻ വരില്ല, പരിഹാരം കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സുധി വീണ്ടും അവിടെ നിൽക്കുന്ന സമയത്ത് രേവതി പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു സാമ്യമാരും പറയില്ല, കേട്ടല്ലോ, വാ എണീക്കെന്ന് പറഞ്ഞിട്ട് പിടിച്ച് എണീപ്പിക്കുകയാണ് കേട്ടോ സുധി. ഞാൻ കോടീശ്വരനാവുന്നത് നീ തടുക്കല്ലടാ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും സുധിയുടെ ആ ഷർട്ടിന്റെ ഒക്കെ ഒരു സ്മെല്ല് കയ്യിൽ പറ്റുന്നുണ്ട് നമ്മുടെ സച്ചിയുടെ. എന്ത് സ്മെല്ലാടാ ഇത്? നിന്റെ ഡ്രസ്സ് എവിടാന്നുള്ള കാര്യം ചോദിക്കുമ്പോ അത് എന്റെ പാർക്കിലെ ഫ്രണ്ട് എന്ന് പറയുന്നത്. ആര്? ആ തല പോയവനോ? പാർക്കിലെ ഫ്രണ്ട് പറഞ്ഞു തന്ന പണിയാണോ ഇത്? അവനെ വിളിച്ചിട്ട് നിന്റെ ഡ്രസ്സൊക്കെ കൊണ്ടുവരാൻ വേണ്ടി പറയാനുണ്ടോ സച്ചി? അങ്ങനെ സുധി വിളിച്ചിട്ട് അവനെ കിട്ടുന്നില്ല. അയാളാണെന്നുണ്ടെങ്കിൽ പാർക്കിൽ കിടന്ന് നല്ല ഉറക്കമാണ് കാണിക്കുന്നത്. വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ശരി കുഴപ്പമില്ല, കാറിനകത്തല്ലേ പോകുന്നത്, ഇങ്ങനെ തന്നെ കയറിക്കോളാൻ വേണ്ടി പറയാണേ. ഇങ്ങനെ കയറി കഴിഞ്ഞാല് അമ്മ കണ്ടാലോ എന്നുള്ള കാര്യം പറയാണേ. അതെ, നീ പിച്ച എടുക്കുന്നതിന് മുമ്പ് നിനക്ക് തോന്നണമായിരുന്നു. ശ്രുതിയും കാശ് തരുന്നില്ല, അമ്മയും കാശ് തരുന്നില്ല, പിന്നെ ഞാൻ എങ്ങനെ കാനഡ പോവാ എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഇവിടെ വന്നിട്ട് പിച്ച എടുക്കുവോ? അച്ഛന്റെ മര്യാദയെ കുറിച്ചിട്ടൊക്കെ ഒന്ന് ചിന്തിക്കണ്ടേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതൊക്കെ എങ്ങനെ ഇവൻ ചിന്തിക്കുന്നത്? അപ്പൊ എന്നെ കുറിച്ച് ആരാ ചിന്തിക്കുന്നത് എന്നുള്ള കാര്യം സുധി ചോദിക്കണേ. നിന്നെ കുറിച്ച് ചിന്തിക്കാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. അങ്ങനെ സുധി കയറുന്നുള്ള കാര്യം പറഞ്ഞിട്ട് സുധിയേം കയറ്റിയിട്ട് കാറിൽ കൊണ്ടുപോവാണ് കേട്ടോ നമ്മുടെ സച്ചിയും രേവതിയും കൂടി ചേർന്ന്. തുടർന്ന് വീട്ടിലാണെന്നുണ്ടെങ്കിൽ ചന്ദ്രമതി ചായ ഉണ്ടാക്കി കൊണ്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ രവിക്ക്. ചായ കുടിച്ച് നോക്കിയിട്ട് ഇത് ഭയങ്കര കഴിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയുകയാണേ. ഇപ്പൊ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കി തരുന്ന ചായ ഇഷ്ടമല്ലല്ലോ, നിങ്ങളുടെ മരുമകൾ ഉണ്ടാക്കി തരുന്നതല്ലേ നിങ്ങൾക്ക് പറ്റുന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇതിലേക്ക് രേവതി എന്തിനാ എടുത്തിടുന്നത്? ചായക്ക് മധുരം കൂടുതലായതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. ആ, നിങ്ങൾക്ക് പ്രായമായിട്ട് വരല്ലേ, ഇനി കുറച്ച് പഞ്ചസാരയൊക്കെ കുറച്ചിട്ടിട്ട് കുടിച്ചാൽ മതി എന്ന് പറയുന്നുണ്ടേ. അപ്പോ നിനക്ക് നീ പാകത്തിലിട്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ എനിക്ക് വേണ്ടതൊക്കെ ഞാൻ കുറച്ച് കൂടുതലായിട്ട് ഇട്ടിട്ടുണ്ട്, എനിക്കതിന് മാത്രം വയസ്സൊന്നും ആയിട്ടൊന്നുമില്ലല്ലോ. എന്തായാലും നിങ്ങൾ കുടിക്കാൻ വേണ്ടി നോക്കുമെന്ന് പറയുമ്പോ അതിനത് കുടിക്കാൻ വേണ്ടി പറ്റണ്ടേ? സച്ചിയും രേവതിയും സുധിയും കൊണ്ടിട്ട് കാറിൽ വന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. സച്ചിയും രേവതിയും കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് സുധി കാറിൽ നിന്ന് ഇറങ്ങുന്നില്ലേ. ഡോർ തുറന്നിട്ട് ഇറങ്ങാൻ വേണ്ടി പറയുമ്പോ ഇല്ലട ഞാൻ ഇറങ്ങുന്നില്ല, ശ്രുതിയും അമ്മയും കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് വിചാരിക്കുന്നുള്ള കാര്യം ചോദിക്കാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പുറത്തുനിന്നൊരു ഡ്രസ്സ് മേടിച്ചു കൊടുക്കായിരുന്നു അല്ലേ സച്ചിയേട്ടാ എന്നുള്ള കാര്യം രേവതി പറയുന്നുണ്ട്. എനിക്ക് നിന്നെ കണ്ടിട്ട് പാവമാണ് തോന്നുന്നത്. എന്തായാലും നീ കൂടുതലായിട്ടൊന്നും ചിന്തിക്കണ്ട. പണ്ട് നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഫാൻസി ഡ്രസ്സ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കില്ലായിരുന്നോ? ആ സമയത്ത് അമ്മ നിന്നെ പല പല ഡ്രസ്സ് കെട്ടിക്കൊണ്ട് വീടില്ലായിരുന്നോ? നീ പ്രൈസ് മേടിച്ചിട്ട് വരും, അതുപോലെ കണ്ടാ മതി. നമ്മുടെ നാട്ടിലെ പഠിച്ചവരുടെ അവസ്ഥ ഇപ്പൊ ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ജോലി ഇല്ലാത്തതിന്റെ വിളയാട്ടം അതിനുള്ള ഒരു ഡ്രസ്സായിരുന്നു എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയും. നീ എന്തായാലും വാ. അങ്ങനെ വാ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ടല്ലോ. അപ്പോഴേക്കും കയ്യിലുള്ള തോർത്തെടുത്തിട്ട് തലയിൽ കൂടെ ഒക്കെ ഇടുന്നുണ്ടേ. ഇത് കാണുമ്പോഴാണ് എല്ലാവർക്കും പിച്ചക്കാരനെ പോലെ തോന്നുക. അത് സാരമില്ല, ഞാൻ വീടിന് ഉള്ളിൽ നിന്ന് എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് 3 പേരും കൂടി അങ്ങ് കയറി ചെല്ലുവാണ് കേട്ടോ. അങ്ങനെ ഉള്ളിലേക്ക് ആദ്യം സച്ചിയും രേവതിയും കയറി നിൽക്കുന്നുണ്ട് കേട്ടോ. പുറത്താണെന്നുണ്ടെങ്കിൽ സുധി തലയിൽ മുണ്ടൊക്കെ ഇട്ടിട്ടാണല്ലോ ഉള്ളത്, അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കാണ്. കണ്ട ശരിക്കും പിച്ചക്കാരനെ പോലെ തോന്നുന്നുണ്ടല്ലോ.
ശരിക്കും ചന്ദ്രമതി വിചാരിക്കുന്നത് പിച്ചക്കാരനാണെന്നേ. ഇത് നോക്ക് രവിയേട്ട, അതാരാണെന്ന് കണ്ടില്ലേ? ഇത്രയും നാള് ഓരോരുത്തർമാരെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഫ്രണ്ടാണെന്ന് പറഞ്ഞ് ചായ കൊടുക്ക്, കാപ്പി കൊടുക്കെന്ന് പറയും. ഇപ്പൊ കണ്ടില്ലേ, പിച്ചക്കാരനെ വരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു. അയ്യോ അച്ഛ, ഇവൻ നമ്മുടെ എന്നുള്ള കാര്യം സച്ചി പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും ചന്ദ്രമതി ഇടയിൽ കയറിയിട്ട്, ഇവൻ നമ്മുടെ ഏരിയയിൽ പിച്ച എടുക്കുന്നവനല്ലേ, പുറത്ത് വെച്ച് തന്നെ 5 10 കൊടുത്തിട്ട് അയക്കേണ്ടതല്ലേ, എന്തിനാ അവനെ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നത്? പുറത്തോട്ട് പോവാൻ വേണ്ടി പറ അവനോട്. രവിയേട്ട, അവനെ പറഞ്ഞു വിടാൻ വേണ്ടി പറ. അവനെ കണ്ടാൽ തന്നെ അറിയാം 10 വർഷമായിട്ട് കുളിക്കാത്തത് പോലെയുണ്ട്. അവന്റെ ഡ്രസ്സൊക്കെ കണ്ടില്ലേ എന്നൊക്കെ ചന്ദ്രമതി പറയാണ് കേട്ടോ. ഇത് കണ്ടിട്ട് നമ്മുടെ സച്ചിക്കും അതുപോലെ രേവതിക്കും ചിരിയാണ് വരുന്നത്. അമ്മ വേണ്ട, അവസാനം അമ്മ ഒരുപാട് സങ്കടപ്പെടേണ്ടി വരും. ഇങ്ങനത്തെ പിച്ചക്കാരെയൊക്കെ കൂട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ സങ്കടപ്പെടുകയല്ലേ ചെയ്യേണ്ടത്. അമ്മ ആരാന്നുള്ള കാര്യം അറിയാതെയാന്നുള്ള കാര്യം രേവതി പറയുമ്പോ, എന്താടി നീ പിച്ചക്കാരനെയാണോ അവര് ഇവരെന്നൊക്കെ പറഞ്ഞിട്ട് മര്യാദ കൊടുത്ത് സംസാരിക്കുന്നത്? അവൻ വന്ന് നിൽക്കുന്നത് കണ്ടില്ലേ? ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ വീട്ടിൽ വന്ന് ഇരിക്കുന്ന തോന്നുന്നത്. എടാ പോടാ പുറത്തെന്ന് പറഞ്ഞിട്ട് ആട്ടുവാണ് ചന്ദ്രമതി. അപ്പോഴേക്കും അമ്മേന്നറിയണ്ടേ സുധി പുറത്ത് പിച്ചെടുക്കുന്നത് പോലെ വീട്ടിൽ വന്നിട്ട് ഒച്ചയുണ്ടാക്കുന്നു. കമ്മാ കുമ്മാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് വീട്ടിൽ കയറി ഇരുത്തിയിട്ട് ചോറ് തന്ന് 10 20 തന്ന് വിടുന്നു വിചാരിച്ചു. നിന്റെ കൈക്കും കാലിനൊന്നും ഒരു കുഴപ്പമില്ലല്ലോ. എന്തെങ്കിലും ജോലി ചെയ്തിട്ട് ജീവിക്കണ്ടേ നീ? നിന്നെയൊക്കെ വളർത്തി വലുതാക്കിയിട്ട് ഇങ്ങനെ പിച്ചെടുക്കാൻ വിട്ടില്ലേ? അവരെ ആദ്യം പറയണം. രേവതി, പഴയ ചോറെന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൊടുത്തിട്ട് പറഞ്ഞയക്കിന്ന് പറയണേ. ഇത് കേൾക്കുമ്പോ സുധി വീണ്ടും എന്നറിഞ്ഞ് വിളിക്കുകയാണെ. അപ്പോഴേക്കും ചെവിയിലുള്ള കൈ വെച്ചിട്ട് എടാ ഒച്ചയെടുക്കല്ലടാ എന്ന് പറയണേ. നീ ഇതിനെ ഒരിക്കലും അങ്ങനെ വിളിക്കരുത്, പിച്ചക്കാരെന്നൊക്കെ പറയണേ. അമ്മേ ഞാനാ എന്ന് പറഞ്ഞുകൊണ്ട് ആ തലയിലിട്ടിരിക്കുന്ന തോർത്തുണ്ടൊക്കെ മാറ്റുകയാണ്. ഇത് കണ്ടിട്ട് ഇങ്ങനെ ഷോക്ക് അടിച്ച പോലെ ചന്ദ്രമതി ഇങ്ങനെ നിൽക്കുന്നുണ്ടേ. അതുമാത്രല്ല നമ്മുടെ ചന്ദ്രമതി ആണെങ്കിൽ അങ്ങ് താഴേക്ക് അങ്ങ് വീണു പോവാണ് കാഴ്ച കണ്ടിട്ട്, തലക്കറങ്ങിയതുപോലെ. അയ്യോ സുധി, എന്റെ മോൻ എന്നൊക്കെ പറയണേ. അയ്യോ നമ്മുടെ സുധി രവിയേട്ടാ, അയ്യോ അയ്യോ എന്നൊക്കെ പറഞ്ഞിട്ട് എണീറ്റ് പോയിട്ട്, അയ്യോ സുധി എന്ത് കോലാടാ ഇത്? രവിയും ചോദിക്കുന്നുണ്ട്, എന്താടാ, എന്താ ഇങ്ങനെ വന്ന് നിൽക്കുന്നെന്ന്. ഇത് കേട്ടുകൊണ്ട് നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അല്ല ആന്റി, ഇത് ആരാ ഇത്? എന്റെ മകന്റെ അവസ്ഥ കണ്ടോ എന്നാണ് ഇതിന് മറുപടിയായിട്ട് ചന്ദ്രമതി പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ശ്രുതിക്ക് നേരെ തിരിയുന്നത് കേട്ടോ. സുധി നീയോ? ഞാൻ വിചാരിച്ചു ഏതോ ഒരു പിച്ചക്കാരനാണെന്ന്. ആ കോലത്തിലാണ് ഉള്ളതെന്നുള്ള കാര്യം സച്ചി. സുധി എന്താ നിനക്ക് പറ്റിയെന്നുള്ള കാര്യം ശ്രുതി കരഞ്ഞോണ്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ചന്ദ്രയും ചോദിക്കുന്നുണ്ട്, എന്തിനാടാ ഈ അവസ്ഥയിലൊക്കെ നിന്നെ കാണിക്കാൻ വേണ്ടിട്ട് നീ എന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്? എടാ നിന്നെ ഈ അവസ്ഥയിൽ ഞാൻ കാണേണ്ടി വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് നെഞ്ചത്തടിച്ച് കരയാണ് കേട്ടോ ചന്ദ്ര. എന്തിനാ സുധി ഇങ്ങനൊരു ഡ്രസ്സ് ഇട്ടേ എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോ, പിച്ച എടുക്കുന്നതിന് ഇതല്ല യൂണിഫോം, പിച്ച എടുത്തുന്നോ? എന്താടാ ഈ പറയുന്നത്? സുധി ഇതൊക്കെ ശരിയാണോ എന്നുള്ള കാര്യം ചോദിക്കാണ് കേട്ടോ നമ്മുടെ രവി. അപ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട്, അച്ഛ അവനിപ്പോ ഒന്നും സംസാരിക്കാൻ പറ്റിയൊരു അവസ്ഥയിലല്ല ഉള്ളത്, അവൻ പറയത്തുമില്ല. തുടർന്ന് രേവതി പറയുന്നുണ്ട്, അച്ഛ ഞാന് അമ്പലത്തിൽ പോയ സമയത്ത് അവിടെ പടിക്കലിരുന്ന് എല്ലാവരും പിച്ച എടുക്കുമായിരുന്നു. കേട്ട ശബ്ദമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് തിരികെ നോക്കിയ സമയത്ത് എല്ലാവരുടെയും കൂടെ ഇരുന്നിട്ട് സുധി പിച്ച എടുക്കായിരുന്നു. ഇത് കേട്ടിട്ട് ചന്ദ്രമതി അതുപോലെ ശ്രുതിയും ആകെ തകർന്ന അവസ്ഥയിലാവുന്നുണ്ടേ. നീ അമ്പലത്തിന്റെ പടിക്കലിരുന്നിട്ട് പിച്ച എടുത്തത് എന്താ സിഗ്നലിൽ എവിടെയെങ്കിലും പോയി നിൽക്കാനാണോ നിങ്ങൾ പറയുന്നത് എന്നുള്ള കാര്യം? സച്ചി നിങ്ങൾ വേറെ, ഭാഗ്യമുണ്ട് രേവതി എന്നെ വിളിച്ചു. ഞാൻ അവിടെ ചെന്ന് നോക്കുന്ന സമയത്ത് പാത്രവും നീട്ടിയിട്ട് അമ്മാന്ന് വിളിച്ചുകൊണ്ട് പിച്ച എടുത്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും ഞാനും അവനും തമ്മിൽ വഴക്കാണ്. പക്ഷെ ഇന്ന് ഈ അവസ്ഥയിൽ അവനെ നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം തോന്നി. അവനൊരിക്കലും എന്നെ മതിക്കില്ല, പക്ഷെ അവൻ എന്റെ കൂടെ പറഞ്ഞവനല്ലേ, അതുകൊണ്ടാണ് ഞാൻ കൂട്ടിയിട്ട് വന്നത്. തുടർന്ന് കരഞ്ഞുകൊണ്ട് രവി ചോദിക്കുന്നുണ്ട് കേട്ടോ, എടാ നിന്നോട് ജോലി തേടാനല്ലേ പറഞ്ഞത്? അതെല്ലാം വിട്ടിട്ട് നീ എന്തിനാ ഈ ഇതിന് പോയത്? അതിന് മാത്രം നിനക്ക് എന്താവശ്യമാടാ വന്നത്? ഇതൊന്നും കേട്ടിട്ട് ശ്രുതിക്ക് ഒരു കുലുക്കോ ഇല്ല കേട്ടോ. അത് കഴിഞ്ഞ് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അടുത്തേക്ക് ചെന്നിട്ട് ശ്രുതി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട്, പൗഡർ എടുത്ത് കുറച്ച് വിട്ടു നിന്നോളൂ, വേറെ ഏതോ പിച്ചക്കാരൻ്റെ അടുത്ത് നിന്ന് വാടകയ്ക്കാണ് ഈ ഡ്രസ്സ് മേടിച്ചിട്ടിരിക്കുന്നത്. ഇത് കേൾക്കുമ്പോഴേക്ക് ശ്രുതി അങ്ങ് മാറി നിൽക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, എന്താ ശ്രുതി നിനക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? നീ എന്തിനാ പോയിട്ട് പിച്ച എടുത്തത്? എനിക്ക് വേറെ വഴി അറിയില്ല അമ്മേ. കാനഡയില് എനിക്ക് നല്ലൊരു ജോലി കാത്തിരിക്കുന്നുണ്ട്, കയ്യിൽ കാശുമില്ല, നിങ്ങളാണെങ്കിൽ തരില്ല എന്നുള്ള കാര്യവും പറഞ്ഞു. നീ എന്തൊരു പൊട്ടനാണ് എന്ന് കരുതിയിട്ട് ആരെങ്കിലും 14 ലക്ഷം രൂപ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് പിച്ച എടുക്കുവോ? അച്ഛ അങ്ങനെയൊന്നുമില്ല. എന്റെ ഫ്രണ്ട് ഒരു സാമിയാരെടുത്ത് കൂട്ടിയിട്ട് പോയി. ആ സാമിയാണ് പറഞ്ഞത് അമ്പലത്തിന്റെ പടിക്കല് പിച്ച എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം ദൈവം നടത്തി തരുമെന്ന്. ഇത് കേൾക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, ഒരുപാട് നാളായിട്ട് ആ അമ്പലത്തിന്റെ പടിക്കലിരുന്ന് പിച്ചെടുക്കുന്ന ആൾക്കാരെ തന്നെ ദൈവം ഇതുവരെ കണ്ടിട്ടില്ല. നീ ഒരു ദിവസം പിച്ച എടുത്തു കഴിഞ്ഞാൽ നിന്നെ ഉടനെ തന്നെ കാനഡയിലേക്ക് പറഞ്ഞു വിടുവോ? നീ ചുമ്മാതിരിക്കടാ എന്നുള്ള കാര്യം ചന്ദ്രമതി സച്ചിയുടെ അടുത്ത് ഒരു
നല്ല മയത്തിലാണ് കേട്ടോ പറയുന്നത്. ഞാൻ ചുമ്മാ ഇരുന്നത് കൊണ്ടാണ് ഇവൻ അമ്പലത്തിൽ പോയിട്ട് പിച്ച വരെ എടുത്തത്. തുടർന്ന് ചന്ദ്ര പറയുന്നത്, സുധി, ഞങ്ങളൊക്കെ ജീവനോടുള്ള സമയത്ത് തന്നെ നിന്നെ ഈ അവസ്ഥയിൽ കാണേണ്ടി വന്നല്ലോ. നിനക്ക് എന്ത് കുറവാണ് ഉള്ളത്? നിന്നെ രാജാവിനെ പോലെയല്ലേ ഞാൻ വളർത്തിയത്? നീ ഇങ്ങനെ പോയിട്ട് പിച്ച എടുക്കാൻ പാടും. ഇതൊക്കെ കേട്ടിട്ട് സുധി ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ, ഒരു അനങ്ങാപ്പാറയെ പോലെ, ഒരു കുലുക്കുമില്ല. തുടർന്ന് രേവതി പറയുന്നുണ്ട്, നമ്മൾ സത്യസന്ധതയോട് കൂടിയിട്ട് ഒരു കാര്യത്തെക്കുറിച്ച് പ്രാർത്ഥിച്ചാൽ തന്നെ ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരുമോ? ഇങ്ങനെ ആരുടെയോ വാക്ക് കേട്ടിട്ട് നിങ്ങൾ പോയിട്ട് അമ്പലത്തിൽ ഇരുന്നിട്ട് ഇത് നമ്മുടെ കുടുംബത്തിന് നിങ്ങൾക്കും അല്ലേ ചീത്തപ്പേരുണ്ടായത്? തുടർന്ന് ശ്രുതി പറയുന്നുണ്ട്, സുധി, നീ എന്റെ അടുത്തൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ നിന്നെ ഇതിന് അനുവദിക്കില്ലായിരുന്നു. എന്തിനാ സുധി ഇങ്ങനെ ചെയ്തെന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്ക് രവി പറയുന്നുണ്ട്, എന്തായാലും ശരി, പോട്ടെ, അത് വിട്ടേക്ക്. അവന് വേണ്ടിയിട്ട് പിച്ച എടുത്തതല്ലോ, ഏതോ സാമയുടെ വാക്കും കേട്ടിട്ട് പോയിട്ട് പിച്ച എടുത്തതല്ലേ. ഇത് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്റെ ഡ്രീം അച്ചീവ് ചെയ്യാന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ വിചാരിച്ചു. അതുകൊണ്ടാണ് എന്ന് കരുതിയിട്ട് സുധി, നീ ഈ അവസ്ഥയിലേക്കൊക്കെ പോണായിരുന്നോ? നിന്നെ ഈ അവസ്ഥയിൽ കണ്ടിട്ട് ഞാൻ ചുമ്മാതിരിക്കുന്നുള്ള കാര്യം വിചാരിച്ചോ? നിനക്ക് ഞാനുണ്ട് സുധി. സുധിയുടെ ഡ്രീം ഉറപ്പായിട്ട് നടക്കുന്നുള്ള കാര്യം പറയുമ്പോൾ അതിന് പണം ഇല്ലല്ലോ എന്നുള്ള കാര്യമാണ് സുധി ചോദിക്കുന്നത്. വീട് വെച്ചിട്ട് പണം തരില്ല എന്നുള്ള കാര്യം അമ്മയും പറഞ്ഞു എന്നുള്ള കാര്യം സുധി പറയുമ്പോഴേക്കും, എടാ, നമുക്കെന്ന് പറയാൻ ഈ വീട് മാത്രമല്ലേ ഉള്ളൂ, അതും പോയാലോ എന്ന് വിചാരിച്ചിട്ടല്ലേടാ ഞാൻ ഇങ്ങനെ പറഞ്ഞെന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ അതൊന്നും സംസാരിക്കേണ്ട സമയമല്ല ഇത്. ശ്രുതി, നീ ഇവനെ കൂട്ടിക്കൊണ്ട് പോയിട്ട് തലയിൽ വെള്ളം ഒഴിച്ചിട്ട് കൂട്ടിക്കൊണ്ടുപോവാ. അങ്ങനെ സുധിയെ അവിടെ നിന്ന് കൊണ്ടുപോവാണ് ശ്രുതി. ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്. അടുത്ത എപ്പിസോഡിനകത്ത് ബാക്കി വിശേഷങ്ങൾ പറയാട്ടോ.